ഓക്കെ, നമ്മൾ 4ാമത്തെ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ആദ്യം 4ാമത്തെ മൊഡ്യൂൾ തുടങ്ങുന്നത് മെഷീൻ ടൂൾ മെട്രോളജി വെച്ചിട്ടാണ്. മെഷീൻ ടൂൾ മെട്രോളജി ഈസ് primarily concerned with the geometric text of the alignment accuracy of machine tools under static condition. It is important to assess the alignment of various machine parts in relation to another. It is also necessary to assess the quality and accuracy of the control devices and the driving mechanism in the machine tool. In addition to geometric tests, practical running tests are also performed to assess the accuracy of machine. The typical geometric test conducted for machine tools comprise tests for straightness, flatness, squareness, and parallelism. Running tests are conducted to evaluate geometric tolerance such as surroundness and cylindricity. ഇത്രയും ടെസ്റ്റുകളൊക്കെയാണ് നടത്താറ്. നമ്മൾ പാരലാണോ, സ്ക്വയർ ആണോ, ഫ്ലാറ്റ് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഓരോ മെട്രോളജി, ഓരോ ടൂൾ എടുക്കുമ്പോഴും എന്ത് ചെയ്യും, ഓരോ മെഷീൻസിനും അത് ഫ്ലാറ്റ് ആണോ, അതിൻ്റെ ടൂൾ ഫ്ലാറ്റ് ആണോ, റൗണ്ട് ആണോ, ഫ്ലാറ്റ്, അതുപോലെ തന്നെ ആക്യുറേറ്റ് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിതൊക്കെ ഉപയോഗിക്കും. നമ്മൾ എക്സാമ്പിളായിട്ട് പറയാൻ പോണത് ലെയ്ത്ത് പറയുന്നുണ്ട്, ഡ്രില്ല് പറയുന്നുണ്ട്, മില്ലിങ് പറയുന്നുണ്ട്. നമുക്കറിയാം നിങ്ങളിതൊക്കെ ചെയ്താണ് ലാബിൽ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയുന്നുണ്ടോ, പ്രാക്ടിക്കലായിട്ട് അറിയുന്ന സാധനങ്ങളായിരിക്കും. അലൈൻമെൻറ്റ് ടെസ്റ്റ് ഓൺ ലെയ്ത്തിലെ അലൈൻമെൻറ്റ് ടെസ്റ്റ് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താ, ലെവലിംഗ് ഓഫ് മെഷീൻ ലെവലാണോ എന്ന് നോക്കണം. മെഷീൻ ലെവലാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ സ്പിരിറ്റ് ലെവലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫിഗർ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഹൈ ആക്യുറസി സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ചിട്ട് ഗൈഡ് വൈസ് പാരലൽ ടു ഗ്രൗണ്ട് ആണോ എന്ന് ചെക്ക് ചെയ്യും. അതാണ് ലെവലിംഗ് ഓഫ് മെഷീൻ. അടുത്ത ട്രൂ റണ്ണിങ് ഓഫ് മെയിൻ സ്പിൻഡിൽ. ദി മെയിൻ സ്പിൻഡിൽ വൈൽ റണ്ണിങ് ഷുഡ് നോട്ട് ഹാവ് എനി പ്ലൈ ഓർ റേഡിയൽ ഡീവിയേഷൻ ഫ്രം ഇറ്റ്സ് ആക്സിസ്. ഇതിൻ്റെ ആക്സിസിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഡീവിയേഷൻ ഒന്നും പാടില്ല. This is tested using a test mandrel of acceptable quality. The mandrel is fitted to the spindle bore and the dial indicator feeler is made to contact the mandrel surface as shown in figure. ഇതുപോലെ എന്ത് ചെയ്യും, ഒരു ടെസ്റ്റ് മാൻഡ്രൽ ഉണ്ടാവും, അത് നമ്മൾ സ്പിൻഡിലിൽ വയ്ക്കും. അതുപോലെ ഒരു ഫീലർ ഓർ ഡയൽ ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. ആ ഡയൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് കറക്റ്റായിട്ട് തന്നെയാണോ റൊട്ടേറ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് ട്രൂ റണ്ണിങ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അടുത്തെന്താ, ആക്സിയൽ സ്ലിപ്പ് ഓഫ് മെയിൻ സ്പിൻഡിൽ. ദി സ്പിൻഡിൽ ഷുഡ് ഹാവ് ട്രൂ റണ്ണിങ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ഇറ്റ്സ് ആക്സിസ്. ദിസ് ഈസ് ചെക്ക്ഡ് ബൈ പ്ലേസിംഗ് ദി ഡയൽ ഇൻഡിക്കേറ്റർ ഫീലർ അഗെയിൻസ്റ്റ് ദി സ്പിൻഡിൽ ഫേസ് ആൻഡ് ഗിവിംഗ് സ്ലൈറ്റ് റൊട്ടേഷൻ ടു ദി സ്പിൻഡിൽ. ദി ഡീവിയേഷൻ ഷുഡ് ബി വിത്തിൻ ആക്സെപ്റ്റബിൾ ലിമിറ്റ്സ്. ദി ടെസ്റ്റ് ഈസ് റിപ്പീറ്റഡ് അറ്റ് എ diametrically opposite location to ensure that the spindle does not have any axis slip. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എന്താണ് ആക്സിസ് സ്ലിപ്പ് ഇല്ല എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരു ഫീലർ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു റൊട്ടേറ്റ് ചെയ്ത് നോക്കും. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നതെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. അടുത്ത എന്താണ്, ട്രൂ റണ്ണിങ് ഓഫ് ഹെഡ് സ്റ്റോക്ക് സെൻറ്റർ. ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ ലെയ്ത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെന്താണ്, ട്രൂ റണ്ണിങ് ഓഫ് ഹെഡ് സ്റ്റോക്ക് സെൻറ്റർ. ദി ഹെഡ് സ്റ്റോക്ക് സെൻറ്റർ ഈസ് ദി ലൈവ് സെൻറ്റർ ഓഫ് ദി മെഷീൻ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ, ആക്യുറസി ഓഫ് ദി വർക്ക് പീസ് വിൽ സഫർ. ദി വർക്ക് പീസ് വിൽ ഡെവലപ്പ് എസെൻട്രിസിറ്റി if the error is too much. The feeler of the dial indicator is pressed perpendicular to the taper surface of the center and the spindle is rotated. The deviation indicates the trueness of the headstock center. Headstock center ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണിത്. ടാപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫീലർ ഗേയിൽ പ്രസ് ചെയ്യും. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് അത് സെൻറ്റർ ആണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത പാരലിസം ഓഫ് മെയിൻ സ്പിൻഡിൽ. പാരലിസം ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യും, മെയിൻ സ്പിൻഡിൽ വെച്ചിട്ട് അവിടെ ഇതുപോലെ തന്നെ ഗേജ് വയ്ക്കും, റൊട്ടേറ്റ് ചെയ്യും. അടുത്ത ട്രൂ റണ്ണിങ് ആണോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും, രണ്ട് സ്ഥലത്ത് ടാപ്പർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. സിമ്പിൾ സാധനങ്ങളാണ്. ഈ ഫിഗേഴ്സൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഈ ഫിഗേഴ്സ് ജസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫീലർ ഗേജ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഈ ഫിഗേഴ്സ് മാത്രം നോക്കുക. ട്രൂ റണ്ണിങ് ആണെങ്കിൽ എന്താണ്, ദ ലെയ്ത്ത് സ്പിൻഡിൽ ബോർ ഹാസ് എ
standard taper. Unless this taper is concentric with the spindle axis, workpiece will have undesired taper of eccentricity. A tested mantle is fitted on the tapered bore of the spindle, and dial gauge readings are taken at the two extreme ends of the mantle. This value should be well within the allowable limits. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സ്പിൻഡിൽ ടാപ്പിൾ ബോർ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ട്രൂ റണ്ണിങ് ഓഫ് സ്പിൻഡിൽ. അടുത്തെന്താണ്, അലൈൻമെൻറ്റ് ടെസ്റ്റ് ഓൺ മില്ലിംഗ് മെഷീൻ. മില്ലിംഗ് മെഷീനിൽ എങ്ങനെയാണ് അലൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ആക്സിയൽ സ്ലിപ്പ് ഓഫ് സ്പിൻഡിൽ. എ സ്പിൻഡിൽ മേ ഹാവ് ആൻ axial slip, which is the axial movement of the spindle during its rotation. Axial slip may occur due to the following reasons. എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാവുക? എറേഴ്സ് ഡ്യൂ ടു worn out spindle bearing, അതുപോലെ എന്താണ്, ഫേസ് ഓഫ് ദി ലൊക്കേഷൻ ഷുഡർ ഓഫ് ദി spindle not being in a plane perpendicular to the axis of the spindle, and irregularities in the front face of the spindle. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ആക്സിയൽ സ്ലിപ്പ് ഉണ്ടാവാൻ സാധ്യത. ദി ഫീലർ ഓഫ് ദി ഡയൽ ഗേജ് ഈസ് ഹെൽഡ് അഗെയിൻസ്റ്റ് ദി ഫ്രണ്ട് ഫേസ് ഓഫ് ദി സ്പിൻഡിൽ ആൻഡ് ദി ബേസ് ഈസ് മൗണ്ടഡ് ഓൺ ദി ടേബിൾ. ഇവിടെ ഫിഗർ ഉണ്ടായിരിക്കും, ഇതാ ഈ ഫിഗർ. ദി പൊസിഷൻ ഓഫ് ദി ഡയൽ ഗേജ് ഇൻ ഓർഡർ ടു മെഷർ ആക്സിയൽ സ്ലിപ്പ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻ ദി ഫിഗർ. ആ താഴത്ത് കാണിച്ച ഫിഗറിൽ എ എന്നുള്ളതാണ് ഇൻ ദി പൊസിഷൻ ഓഫ് ദി ഡയൽ ഗേജ്. The spindle is gently rotated by hand and the dial gauge reading is noted down. The test is repeated at a diametrically opposite spot. The maximum deflection should be well within the prescribed limit. അങ്ങനെയാണ് എന്ത് ടെസ്റ്റ് ചെയ്യാം, ആക്സിയൽ സ്ലിപ്പ് ടെസ്റ്റ് ചെയ്യാം. അടുത്തെന്താണ്, എസെൻട്രിസിറ്റിയാണ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് സ്പിൻഡിൽ. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ആയിരിക്കണം. പൊസിഷൻ ബി ഓഫ് ദി ഡയൽ ഗേജ് ഷോൺ ഇൻ ദി left side figure is used to determine the eccentricity of the external diameter of the spindle. ഈ ഫിഗറിൽ ബി എന്നുള്ള സാധനം കണ്ടോ, ഈ ബി എന്നുള്ള സാധനം ഉപയോഗിച്ചിട്ടാണ് എസെൻട്രിസിറ്റി ടെസ്റ്റ് ചെയ്യുക. സെയിം പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ലിമിറ്റ് ആയിരിക്കണം. അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതിൽ മൂവ്മെൻ്റ് ഒന്നും ശരിക്കും ഉണ്ടാകാൻ പാടില്ല. അതായത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യണം എസെൻട്രിക് ആയിട്ട്. അടുത്തെന്താ, true running of inner taper of spindle. The spindle of a milling machine is provided within the standard taper which matches with the tooling used on the machine. The axis of the taper should be perfectly coincident with the axis of the spindle. Otherwise എന്താണ്, the workpiece will develop undesired taper or eccentricity after machining. This condition is checked by using a test mantle that fits into the spindle taper. The dial gauge is mounted on the machine table and the feeler is made to contact the mantle at one end of the mantle is shown in figure. ഇതുപോലെ സെറ്റപ്പ് ചെയ്യും ട്രൂ റണ്ണിങ് ഓഫ് ദി സ്പിൻഡിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി. Maximum deviation of the dial gauge is noted by gently rotating the spindle by hand. The test is repeated at the other end of the mantle. ഈ രണ്ട് എൻഡിൽ എന്ത് ചെയ്യും, ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ അത് എന്താണ്, ട്രൂ റണ്ണിങ് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തും. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും, എന്നിട്ട് മെഷീനിൽ ചേഞ്ച് വരുത്തുന്നെങ്കിൽ വരുത്തും. അടുത്ത ഡ്രില്ലിംഗ് മെഷീനിലാണ്. Squareness of spindle axis with the table. In order to determine the error in squareness, the spindle is moved by 180 degree. എന്ത് ചെയ്യും, സ്പിൻഡിൽ 180 ഡിഗ്രി മൂവ് ചെയ്തിട്ടാണ് സ്ക്വയർനെസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാം. അടുത്തെന്താണ്, ടോട്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് സ്പിൻഡിൽ. ഡ്യൂറിങ് ദി ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ദി സ്പിൻഡിൽ എക്സ്പീരിയൻസസ് ഹൈ ആക്സിയൽ ഫോഴ്സ്. ദി സ്പിൻഡിൽ ഷുഡ് നോട്ട് ഡിഫ്ലക്ട് excessively due to this force, otherwise the drill hole will have an error straightness and eccentricity. Error of straightness and eccentricity. In order to evaluate deflection of the spindle, a drill tool dynamometer is used. The DTD provides a means of applying a known amount of load on the spindle. The drill spindle is loaded by moving the drill head downward and recorded the value of force on the DTD display screen. The base of the dial indicator is placed on the machine table. The feeler is held against the spindle face. The recommended pressure is applied on the spindle and the dial gauge deflection is noted down. അതായത് എത്ര ടോട്ടൽ നമുക്ക് എത്ര ഫോഴ്സ് വരെ ആ
ഡ്രിൽ ബിറ്റിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്താ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് സ്പിൻഡിൽ. സ്പിൻഡിലിൽ എത്ര ഡിഫ്ലക്ഷൻ വരും എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആണോ. ഡിഫ്ലക്ഷൻ ഓഫ് സ്പിൻഡിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു താഴെ കാണുന്ന ഡ്രിൽ ടൂൾ ഡൈനാമോമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡ്രിൽ ബിറ്റിലോട്ട് ഡ്രിൽ ടൂൾ ഡൈനാമോമീറ്റർ ഉപയോഗിച്ചിട്ട് അത്രയും ഫോഴ്സ് കൊടുക്കും. അതിന് എത്ര ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഡിഫ്ലക്ഷൻ വരുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. അടുത്തെന്താ, ട്രൂ റണ്ണിങ് ഓഫ് സ്പിൻഡിൽ ടാപ്പർ. ദി ട്രൂ റണ്ണിങ് ഓഫ് സ്പിൻഡിൽ ടാപ്പർ ഈസ് ടെസ്റ്റഡ് യൂസിങ് എ ടെസ്റ്റ് മാൻഡ്രൽ. The test mandrel is loaded in the spindle and the dial gauge base is fixed on the machine table. The feeler is made to contact the mandrel surface and the spindle is gently rotated by hand. The dial indicator reading is noted down and it is ascertained if the reading is within permissible limit. The test is repeated at the 3 different locations of ensure the validity. എന്ത് ചെയ്യും, നമ്മൾ ട്രൂ റണ്ണിങ് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ നേരത്തെ ഹൊറിസോണ്ടലിയാണ് ചെയ്തിരുന്നത്, ഇതിപ്പോൾ വെർട്ടിക്കലി ആണെന്ന് മാത്രം. മാൻഡ്രലിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ സ്പിൻഡിലിൽ മാൻഡ്രൽ വയ്ക്കും. അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡയൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെയാണോ ട്രൂ റണ്ണിങ് ആയിട്ടാണോ വർക്ക് ചെയ്യണതെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ഥലത്തല്ല നോക്കുക, 2-3 സ്ഥലത്ത് അത് വെച്ച് നോക്കും. ഇത്രയാണ് ഉള്ളത്. അതായത് ഇപ്പം നിങ്ങളിത് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ മെഷീൻ ഷോപ്പിൽ ചെയ്തായിരിക്കും. നമ്മൾ ലെയ്ത്തിന് അലൈൻമെൻറ്റ്, എന്തൊക്കെ ലെവലിംഗ് ഓഫ് മെഷീൻ, ട്രൂ റണ്ണിങ്, ആക്സിൽ സ്ലിപ്പ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ട്രൂ റണ്ണിങ് ഓഫ് ഹെഡ് സ്റ്റോക്ക്, പാരലിസം, അതുപോലെ ട്രൂ റണ്ണിങ് ഓഫ് ടാപ്പർ ബോർ. ഇത്രയും സാധനങ്ങളാണ് ലെയ്ത്തിൽ ചെക്ക് ചെയ്യുക. മില്ലിംഗ് മെഷീനിലോട്ട് എത്തുമ്പോൾ എന്തൊക്കെ ആക്സിൽ സ്ലിപ്പ്, അതുപോലെ തന്നെ എസെൻട്രിസിറ്റി, അതുപോലെ തന്നെ ട്രൂ റണ്ണിങ്. പിന്നീട് ഡ്രില്ലിംഗ് മെഷീനിലോട്ട് വരുമ്പോൾ സ്ക്വയർനെസ്, ടോട്ടൽ ഡിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ട്രൂ റണ്ണിങ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്പിൻഡിലും അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, ഫീലർ ഗേജൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമാണ് നിങ്ങളിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഫിഗേഴ്സൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫിഗേഴ്സ് ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഈ ഫിഗേഴ്സൊക്കെ ഒന്ന് വരച്ച് പഠിക്കുക. ഇത്രയാണ് ഇന്നത്തെ ഉള്ള. അടുത്ത ക്ലാസ്സിൽ ഇതിപ്പോൾ നമ്മൾ മെക്കാനിക്കൽ ടെസ്റ്റിംഗ് ആണ്. അടുത്ത നമ്മൾ ലേസർ ഇൻട്രോഫെറോമീറ്റർ മീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് മെക്കാനിക്കൽ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ.